വർഷങ്ങളേറെയായി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയ ഒരു വ്യക്തി തന്നെയാണ് രാജേഷ് ഹെബ്ബാർ എന്ന വ്യക്തി. ശരിക്കും പറഞ്ഞാൽ ഈ പേരിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ രൂപമായിരിക്കും പ്രേക്ഷകർക്ക് ആദ്യം ഓർമ്മ വരിക. പ്രത്യേകിച്ചും വില്ലൻ കഥാപാത്രങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ട പിന്നീട് കോമഡി കഥാപാത്രങ്ങളും തനിക്ക് വഴങ്ങുമെന്ന് ഈ വർഷത്തിനുള്ളിൽ തന്നെ താരം മലയാളി പ്രേക്ഷകരുടെ മുന്നിൽ തെളിയിച്ചിട്ടുണ്ട്. അവസാനമായി ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയങ്കരമായി മാറുന്ന രാജേഷ് ഹെബ്ബാറിന്റെ കഥാപാത്രമാണ് ഇപ്പോൾ ഉപ്പും മുളകിലെ അതിലെ മുടിയന്റെ ഭാര്യയായി വരുന്ന പെൺകുട്ടിയുടെ അച്ഛന്റെ കഥാപാത്രം ചെയ്യുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും നിരവധി പേർ രാജേഷ് ഹെബ്ബാറിന്റെ ഒരു പോസ്റ്റ് ഏറ്റെടുക്കുകയാണ്. അദ്ദേഹത്തിന് ഒരുപാട് സ്നേഹം നൽകിയ ഉപ്പും മുളകും സെറ്റിൽ നിന്ന് പോവുകയാണെന്നും പക്ഷേ ഒരു വലിയ ജേർണിയിലേക്കാണ് ഞാൻ പോകുന്നതെന്നുമാണ് രാജേഷ് ഹെബ്ബാർ പറയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്നും രാജേഷ് ഹെബ്ബാർ ബിഗ് ബോസിലേക്കാണ് പോകുന്നതെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട്. പലപ്പോഴും ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പലരും പല കണ്ടസ്റ്റന്റുകളെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. അത്തരത്തിൽ എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞ പേര് തന്നെയായിരുന്നു രാജേഷ് ഹെബ്ബാറിൻ്റെത്. എന്നാൽ അദ്ദേഹം ഉപ്പുമുളകിൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഒരിക്കലും പോകില്ല എന്നായിരുന്നു പ്രേക്ഷകർക്ക് എല്ലാവരും കരുതിയത്. എന്നാൽ രാജേഷ് ഹെബ്ബാർ പോകുന്നു എന്ന് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം വിഷമവും അതേസമയം നല്ല കുറെ സമയം ബിഗ് ബോസിൽ കാണാൻ സാധിക്കുമെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട്. പ്രേക്ഷകർക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു രാജേഷ് ഹെബ്ബാറിന്റെ രാംകുമാർ എന്ന ഈ കഥാപാത്രം. ആ കഥാപാത്രത്തിനെ സ്നേഹിച്ചു വരികയായിരുന്നുവെന്നും രാംകുമാറിന് പകരം വെക്കാൻ രാജേഷ് ഹെബ്ബാറിന് മറ്റ് കഥാപാത്രങ്ങൾ പോലും കിട്ടില്ല എന്നും അത്രമാത്രം നല്ല കഥാപാത്രമായിരുന്നു എന്നാണ് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നത്. ഇനി ഈ കഥാപാത്രത്തിലേക്ക് വരുന്നതിന് പകരം ബിഗ് ബോസിലേക്ക് പോവുകയാണ് താരമെന്നാണ് അറിയിക്കുന്നത്. ബിഗ് ബോസിലേക്ക് പോകുന്ന സമയം താരങ്ങളൊക്കെ തന്നെയും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പോലും പോകാറുണ്ട്. അതിന് മുന്നോടിയായി തന്നെ ആയിരിക്കണം ഉപ്പുമുളക് ഷോയിൽ നിന്ന് ഇപ്പോൾ രാജേഷ് ഹെബ്ബാർ പോയിട്ടുണ്ടാവുക എന്ന് പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുകയാണ്. അതുകൊണ്ട് തന്നെ രാജേഷ് ഹെബ്ബാറിന് ആശംസകൾ നേർന്ന് നിരവധി പേർ തന്നെ എത്തുന്നു. ഇനിയിപ്പോൾ ബിഗ് ബോസിലേക്കല്ല പുതിയ സീരിയലിലേക്കാണ് പോകുന്നതെങ്കിലും ഞങ്ങളുടെ ആശംസകളുണ്ട് എന്നും ഞങ്ങൾ അവിടെയും പിന്തുണയ്ക്കാമെന്നും, കാരണം ഉപ്പുമുളകിലെ രാംകുമാർ എന്ന കഥാപാത്രം ഞങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ട കഥാപാത്രമാണെന്നും പ്രേക്ഷകർ ഓർമ്മിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ രാജേഷ് ഹെബ്ബാറിന്റെ ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. രാജേഷ് ഹെബ്ബാർ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിൽ സജിത ബേട്ടിയും പാർവതി അയ്യപ്പദാസും ഒക്കെ തന്നെയും കാണാം. അവരോട് ഇരിക്കുന്ന ചിത്രമാണ് രാജേഷ് ഹെബ്ബാർ പങ്കുവച്ചിരിക്കുന്നത്. ഈ സീരിയലിൽ അവരാണ് രാജേഷ് ഹെബ്ബാറിന്റെ കുടുംബമായി എത്തുന്നത്. രാജേഷ് ഹെബ്ബാറിന്റെ മകളായി എത്തുന്ന പാർവതി അയ്യപ്പദാസ് ആണ് മുടിയൻ എന്ന ഋഷി എന്ന കഥാപാത്രത്തിന്റെ ഭാര്യയായി എത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ നീലുവിന്റെയും ബാലുവിന്റെയും മരുമകളായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിലെ മരുമകളുടെ അച്ഛനാണ്, അതായത് ആ കുടുംബത്തിലെ വന്നു കയറുന്ന ആളായാണ് രാജേഷ് ഹെബ്ബാർ കഥാപാത്രം ചെയ്തത്. ആദ്യം മുതൽ ഇല്ലാത്ത കഥാപാത്രം ആയതുകൊണ്ട് തന്നെ സജിത ബേട്ടിയും രാജേഷും ഒരുമിച്ചായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഉപ്പുമുളകിന്റെ കുടുംബമായി ചേർന്നത്. രാജേഷ് ഹെബ്ബാർ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പാണ് എല്ലാവരുടെയും ഇടയിൽ വൈറലായി മാറുന്നത്. എനിക്ക് നല്ല വേദനയുണ്ട്, വളരെയധികം സങ്കടവുമുണ്ട്. ഉപ്പുമുളക് എന്ന വലിയ ഗോൾഡൻ ചാപ്റ്ററാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് അവസാനിക്കുന്നത്. പക്ഷേ ഒരു ഗോൾഡൻ ചാപ്റ്റർ അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെ അറ്റം വലിയ സന്തോഷമുള്ള മറ്റെന്തോ കാത്തിരിക്കുന്നുണ്ടെന്നല്ലേ. നിങ്ങൾ കാത്തിരിക്കൂ, ഞാൻ ആ സന്തോഷമായി വരാമെന്നും രാജേഷ് ഹെബ്ബാർ പറയുന്നുണ്ട്. ഇതിലൂടെ തന്നെ പ്രേക്ഷകർ എന്തായാലും രാജേഷ് ഹെബ്ബാർ ബിഗ് ബോസിലായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.